നമസ്കാരം. കൃഷ്ണന്റെ ലീലകളെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. കൃഷ്ണ ഭക്തനാണെങ്കിൽ ഉറപ്പാണ് കൃഷ്ണന്റെ ലീലകൾ ഒരുപാടുണ്ട്. ഒരു പെട്ടെന്ന് തന്നെ നിമിത്തം തരുന്നത്, നമ്മളൊരു കാര്യം പ്രാർത്ഥിച്ചാൽ ഉടനടി നിമിത്തം തരുന്ന ഒരു ദേവനാണ് ഗുരുവായൂരപ്പൻ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിക്കാം. ഗുരുവായൂർ പോയി ഒന്ന് പ്രാർത്ഥിച്ച് നോക്കുക. നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം ആ നിമിഷം തന്നെ, നിമിത്ത ശാസ്ത്രം അറിയുന്ന ഒരാൾക്ക് അപ്പം തന്നെ ഗുരുവായൂരപ്പൻ നിമിത്തം തരും. ഗുരുവായൂർ ഒരു ചൈതന്യം ഉണ്ടെന്ന് ഗുരുവായൂരപ്പനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അത് ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഗുരുവായൂരപ്പൻ 2022 നവംബർ 28 ഞാൻ ഗുരുവായൂർ രാത്രി 1 മണിക്ക് ശേഷം കൊടിമരത്തിന്റെ സൈഡിൽ നിന്ന് ഗുരുവായൂരിന്റെ ചൈതന്യം നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ. ഇപ്പൊ കൃഷ്ണനാണോ, ഗുരുവായൂരപ്പ ഭക്തനാണോ, ഗുരുവായൂർ പോയി ഒന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ അപ്പം തന്നെ ആ നിമിഷം തന്നെ ഗുരുവായൂരപ്പൻ നിമിത്തം കാണിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യം നടക്കുമോ ഇല്ല ആ നിമിഷം അറിയാൻ പറ്റും. നിമിത്തശാസ്ത്രം പഠിക്കും അല്പം ബോധത്തോടെ എന്ന് വെച്ചാൽ നമുക്ക് ഇൻറ്റ്യൂഷൻസ് ഉണ്ടാവുന്ന ഒരാളാണെങ്കിൽ അപ്പം നമുക്ക് നിമിത്തം കിട്ടും. മനസ്സിലായില്ലേ? ഗുരുവായൂരപ്പൻ ഞാൻ ഒരു ദിവസം ഒരു 50 പേർക്കാണ് കൺസൾട്ടേഷൻ ചെയ്ത് നോക്കുന്ന ആളാണ്. അപ്പോൾ ചിലവർ കൃഷ്ണ ഭക്തയായിട്ടുള്ള ചിലവർ വരും. അവർക്ക് ഗുരുവായൂർ പോയി ചിലത് പ്രാർത്ഥിച്ചാൽ മതി, പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കും. മനസ്സിലായി? ഗുരുവായൂർ ഒരുപാട് പരീക്ഷണങ്ങളുണ്ടാവും, സ്ത്രീകളിൽ ഒരുപാട് പരീക്ഷണ ഘട്ടങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ചില കൃഷ്ണ ഭക്തകൾക്ക് ഏകാദശി ദിവസങ്ങളിലൊക്കെ അവിടെ പോയി പ്രാർത്ഥിച്ചാൽ ഉടനടി ഫലങ്ങൾ കിട്ടുന്നതാണ്. ഇപ്പോൾ കൃഷ്ണനാണോ, ഗുരുവായൂരപ്പനെ മുറുകെ പിടിക്കാൻ നിങ്ങൾക്ക് അവിടെ പോയി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഉടനടി നിമിത്തം കിട്ടും. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യം അത് സംഭവിക്കുമോ ഇല്ലയോ ഗുരുവായൂരപ്പൻ നിമിത്തം കാണിക്കും. മനസ്സിലായില്ലേ? ഇപ്പൊ പ്രണയ സംബന്ധമാണ് അല്ലെങ്കിൽ വിവാഹ സംബന്ധമായിട്ട് ചിലവർ ഈ ബന്ധം ശരിയാവുമോ ഗുരുവായൂർ പോയി പ്രാർത്ഥിക്കാറുണ്ട്. ആ നിമിഷം തന്നെ ആ ബന്ധത്തിന് ഒരു ഉത്തരം തരും. ഗുരുവായൂരപ്പൻ നിമിത്ത സൂചനമായിട്ട് ഒരു ഉത്തരം തരും. അപ്പൊ നല്ലതല്ല ആ ബന്ധം, നല്ലതല്ലെങ്കിൽ ആ ഗുരുവായൂരപ്പൻ പൊളിച്ചിരിക്കും. അതിന് യാതൊരു സംശയവുമില്ല. അത് നല്ലതിന് വേണ്ടിയാണ്, നിങ്ങൾ നല്ലതിന് വേണ്ടി. ഗുരുവായൂരപ്പൻ ഈ സ്ത്രീകളാണ് ഒരുപാട് പരീക്ഷണ ഘട്ടങ്ങൾ ഉണ്ടാവും. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗുരുവായൂർ, അപ്പോൾ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഗുരുവായൂർ പോയി പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ കാര്യവും എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ എല്ലാം നടന്നിട്ടുണ്ട്. അത് ഗുരുവായൂരപ്പൻ്റെ ഒരു ചൈതന്യമാണ്. അവിടെ അദ്ദേഹം ഉണ്ട്. ഞാൻ 2022 നവംബർ 28 അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ചൈതന്യം ഞാൻ തളർന്ന് രാത്രി 1 മണിക്ക് ശേഷമായിരുന്നു. അവിടെ ഒരു ഗ്രില്ലുണ്ട്, അവിടെ വരി നിൽക്കുന്ന സ്ഥലം. ഞാൻ അവിടെ തറയിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ ഗുരുവായൂരപ്പനെ കണ്ടിട്ടുണ്ട് നേരിട്ട്. അന്ന് പറഞ്ഞ ഗുരുവായൂർ പോയിട്ട് എനിക്ക് ആഹാരം കിട്ടിയിട്ടില്ല. ഞാൻ അവിടെ നിന്ന് കഴിക്കാൻ പറ്റിയിട്ടില്ല. അന്നത്തെ ദിവസം 3 നേരം എനിക്ക് അവിടെ ആഹാരം കിട്ടിയിട്ടുണ്ട്. അന്ന് എനിക്ക് വരി നിൽക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ചൈതന്യമുള്ള ക്ഷേത്രമാണ് ഗുരുവായൂർ. ഗുരുവായൂർ പോയി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ഗുരുവായൂരപ്പനെ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെടും. ഒരുപാട് പരീക്ഷണ ഘട്ടങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു കാലം കഴിയുമ്പോൾ ഗുരുവായൂരപ്പൻ നിങ്ങളെ നേരിട്ട് വന്ന് അത് രക്ഷിക്കും. അതിന് യാതൊരു സംശയവുമില്ല. അത് അനുഭവങ്ങളാണ്. ഞാൻ ഒരു 50 പേരെങ്കിലും ദിവസം നോക്കുന്നത്. അപ്പോൾ കൃഷ്ണ ചൈതന്യമുള്ള ചിലർ വരും. മനസ്സിലായില്ലേ? അപ്പോൾ ചിലവർ പരീക്ഷണ ഘട്ടങ്ങളിലായിരിക്കും. അവർ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കും. ചില പരീക്ഷണ ഘട്ടങ്ങൾ കഴിഞ്ഞ് കൃഷ്ണ ഭക്തർ വരും. അവർ ഗുരുവായൂർ പോയി എന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ അപ്പം തന്നെ ഫലിക്കുകയും ചെയ്യും. അതാണ് കൃഷ്ണന്റെ മഹത്വം. കൃഷ്ണൻ എന്ന വാക്കിന് അർത്ഥം തന്നെ ആകർഷണം എന്നാണ്. നമുക്ക് എല്ലാവർക്കും കൃഷ്ണനോട് ഒരു ആകർഷണം തോന്നും. ഒരു കുഞ്ഞു കുട്ടിയെ കാണുമ്പോൾ എന്താണോ നിങ്ങൾക്ക് കൊണ്ടുകൊടുക്കാവുന്നത് അതായിരിക്കണം ഗുരുവായൂർ പോകുമ്പോൾ നിങ്ങൾക്ക്. ഒരുപാട് വഴിപാടൊന്നും ചെയ്യേണ്ട. ഒരു കുഞ്ഞു കുട്ടിയാണ് അവിടെ ഇരിക്കുന്നത്. അവിടെ ഗുരുവായൂരപ്പനെ കാണാൻ പോകുമ്പോൾ എന്താണ് നിങ്ങൾക്ക് പറ്റുന്നത് എന്താണോ അതേ അവിടെ കൊടുക്കാവൂ. ഞാൻ പഴമോ അല്ലെങ്കിൽ എന്ത് ഇഷ്ടമാണ്. ഒരു ഗുരുവായൂരപ്പൻ എന്ന് വെച്ചാൽ ഒരു മഹാവിഷ്ണുവാണ്, ബൃഹസ്പതിയാണ്. കുഞ്ഞു രൂപത്തിലാണ് അവിടെ ഇരിക്കുന്നത്. അദ്ദേഹത്തെ കാണാൻ പോകുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്നത് എന്താണോ അത് മാത്രം സമർപ്പിച്ചാൽ മതി. അപ്പോൾ ശരിയാണ്, സ്ത്രീകൾക്കായിരിക്കും ഒരുപാട് ഗുരുവായൂർ പരീക്ഷണ ഘട്ടം. കൃഷ്ണനാണോ പരീക്ഷണ ഘട്ടങ്ങൾ ഒരുപാട് തരും. സ്ത്രീകളാണെങ്കിൽ കലാകാരിയും സ്ത്രീയും ആണെങ്കിൽ എന്നെ ഇന്ന് ഒരു സ്ത്രീ വിളിച്ചിരുന്നു. അവർക്ക് ഒരുപാട് പരീക്ഷണ ഘട്ടങ്ങളാണ്. അത് കലാകാരിയാണ്. ഒരുപാട് അത് കൃഷ്ണന്റെ ആദ്യത്തെ ഘട്ടമാണ്. ആ പരീക്ഷണ ഘട്ടങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഇട്ടിട്ട് പോകരുത്. ഗുരുവായൂരപ്പനെ മുറുകെ പിടിക്കുകയാണെങ്കിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ ആ പരീക്ഷണ ഘട്ടങ്ങളൊക്കെ മാറും. എന്നുവെച്ചാൽ കൃഷ്ണൻ നിങ്ങളെ ബോധിപ്പിക്കും ഇതൊരു മായാ ലോകമാണ്. ഇവിടെ അദ്ദേഹത്തിന്റെ ലോകം മാത്രമാണ് യാഥാർത്ഥ്യം. ഇത് മായയാണ്. നിങ്ങളുടെ ദുഃഖവും ഇപ്പോൾ ഇവിടെ നമ്മുടെ സൗഹൃദം വരുന്നവരും എല്ലാം മായയാണ്. ഇന്നുണ്ടാവും, ചിലപ്പോൾ നാളെ ഉണ്ടാവണമെന്നില്ല. അത് നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി കൃഷ്ണൻ തരുന്ന പരീക്ഷണ ഘട്ടമാണ്. അപ്പോൾ കൃഷ്ണന്റെ പരീക്ഷണം വരുമ്പോൾ നിങ്ങൾ പേടിക്കുകയോ ഒളിച്ചോടുകയോ ഒന്നും വേണ്ട. അദ്ദേഹത്തെ മുറുകെ പിടിച്ചാൽ അത് മാറി കിട്ടിക്കോളും. അപ്പോൾ കൃഷ്ണ ഭക്തയാണോ ഒരുപാട് പരീക്ഷണ ഘട്ടങ്ങൾ ഉണ്ടാവും. അതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ മേഡം ആ സ്ത്രീ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമാണ്, ഞാൻ കൃഷ്ണ ഭക്ത ആയതുകൊണ്ടാണോ എന്നെ ഇത്ര പരീക്ഷണങ്ങൾ ഉണ്ടാവുന്നത്? കൃഷ്ണ ഭക്തയ്ക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ വരും. അതങ്ങനെയാണ്, അതിൻ്റെ കാരകത്വം അങ്ങനെയാണ്. അതിനുശേഷം മാത്രമേ കൃഷ്ണൻ വന്ന് എന്ന് വെച്ചാൽ ഇതൊരു മായാജാല ലോകമാണ്. ഇതിൽ യാഥാർത്ഥ്യമായിട്ട് ഒന്നുമില്ല. ഇത് നമ്മളിപ്പോൾ ജീവിക്കുന്ന മായാ ലോകത്താണ്. യാഥാർത്ഥ്യം എന്നത് പരബ്രഹ്മം, ബൃഹസ്പതി, അത് മാത്രമാണ് ഉള്ളത്. അത് നമ്മളെ അത് എന്നാണോ നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത് അപ്പോഴായിരിക്കും ഗുരുവായൂരപ്പൻ നമ്മളെ ഉയർത്തുന്നത്. മനസ്സിലായി? അപ്പോൾ കൃഷ്ണന്റെ പരീക്ഷണങ്ങൾ നമ്മൾ പേടിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. കൃഷ്ണ ഭക്തയാണോ നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് പ്രൊട്ടക്ഷൻ. പക്ഷേ ഈ കൃഷ്ണ ഭക്തകൾക്ക് ഒരുപാട് പരീക്ഷണം, അതിന് യാതൊരു സംശയമില്ല. അത് വിവാഹ ജീവിതത്തിലാവട്ടെ, പ്രണയബന്ധങ്ങളിലാവട്ടെ, അത് സാമ്പത്തികമായിട്ട് ഒരുപാട് പരീക്ഷണ ഘട്ടങ്ങൾ അവരെ പരീക്ഷിക്കും. കൃഷ്ണൻ പരീക്ഷിക്കും. മനസ്സിലായില്ലേ? കൃഷ്ണന്റെ ലീലകൾ കാണിക്കും. കൃഷ്ണന്റെ ചൈതന്യത്തിന്റെ വില കാണിക്കും. കൃഷ്ണൻ ചിരിച്ച് നിൽക്കുമ്പോൾ നമുക്കൊരു ആകർഷണം തോന്നും. പക്ഷെ ആകർഷണത്തിന് പിന്നിൽ ഇങ്ങനെ ഒരു ചതി, കൃഷ്ണന്റെ ചതിയല്ല, പരീക്ഷണത്തിന്റെ ഒരു കുഴിയുണ്ട്. അത് നമ്മൾ നേരിടാൻ തയ്യാറാകണം. അത് സ്ത്രീകൾക്കാണ് കൂടുതൽ, പുരുഷന്മാർക്ക് ഉണ്ടാവില്ലെന്നല്ല. സ്ത്രീകൾക്ക് ഒരുപാട് പരീക്ഷണ ഘട്ടങ്ങളുണ്ടാവും. അവരെ ഉയർത്താൻ വേണ്ടി കൃഷ്ണൻ ചെയ്യണതാണ്. മനസ്സിലായില്ലേ?
എത്ര പ്രണയബന്ധങ്ങൾക്ക് ഗുരുവായൂർ പോയി ഒന്നിപ്പിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ഗുരുവായൂരപ്പൻ്റെ ചൈതന്യം എത്ര ജ്യോത്സ്യന്മാർ എഴുതി തള്ളിയ പ്രണയബന്ധങ്ങൾ. ചിലവർ ഞാൻ കാണുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ ചൈതന്യത്തിൽ ഗുരുവായൂർ വെച്ച് കല്യാണം നടത്തും. അവിടെ മുഹൂർത്തം നോക്കേണ്ടെന്നൊരു വൈപ്പിലാണ് അവിടെ പോയി കല്യാണം. അത് അബദ്ധമാണ്. ഗുരുവായൂരപ്പൻ അവിടുത്തെ ചൈതന്യം മറിഞ്ഞിരിക്കുന്ന ചില സമയങ്ങളുണ്ട്. ആ സമയത്ത് അവിടെ കല്യാണം നടത്താൻ പാടില്ല. അവിടെ 5 മണി മുതൽ രാവിലെ 5 മണി 1 മണി വരെ കല്യാണം നടത്തും. അവർ പറയുന്ന സമയമായിരിക്കും അങ്ങ് നടത്തും. പക്ഷേ അത് എല്ലാവരും വിചാരിക്കണം മുഹൂർത്തം നോക്കേണ്ടതാണ്. പക്ഷെ അവിടെ മുഹൂർത്തം നോക്കണം. ഗുരുവായൂരപ്പൻ മറയുന്ന ഒരു സമയമുണ്ട്. അത് നല്ല ജ്യോതിഷ പണ്ഡിതന്മാർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ചിലർക്ക് കൺസൾട്ടേഷൻ വരും, ഇന്ന സമയം എടുക്കരുത്, അവിടെ ദേവതാ ചൈതന്യം മറിഞ്ഞിരിക്കും. അപ്പോൾ 70% അവിടെ സക്സസ് ആണ്. പക്ഷെ എന്നിരുന്നാലും അവിടുത്തെ ദേവത മറഞ്ഞിരിക്കുമ്പോൾ അവിടെ വിവാഹം നടത്താൻ പാടില്ല. അപ്പോൾ ബൃഹസ്പതിയുടെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ആ സമയത്ത് കല്യാണം നടത്താവൂ. പക്ഷെ അവിടെ 5 മണി മുതൽ 1 മണി വരെ ത്രൂ ഔട്ട് അങ്ങനെ വിവാഹം നടത്തിക്കൊണ്ടിരിക്കും. നമുക്ക് ദൈവാധീനം ഉള്ള സമയമാണോ എന്ന് അത് ഉത്തമ ജ്യോത്സ്യനെ കൊണ്ട് അവിടെ എടുക്കും. ഗുരുവായൂർ വിവാഹം നടക്കുമ്പോഴും 100% മുഹൂർത്തം നോക്കിയിരിക്കണം. അപ്പോൾ തള്ളൽ കൊണ്ട് അവിടെ വിവാഹം നടത്തുമ്പോൾ മുഹൂർത്തം നോക്കണ്ട എന്നൊരു വൈപ്പ് ത്രൂ ഔട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഗുരുവായൂരപ്പന് അനുമതി വാങ്ങണം. എനിക്ക് ഇന്ന ഒരു ഡേറ്റ് കിട്ടി, അല്ലെങ്കിൽ ഇന്ന ഒരു സമയം കിട്ടി, ഞാൻ ഇവിടെ ഗുരുവായൂരപ്പനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളുമായിട്ട് നിങ്ങൾ അനുവാദം വാങ്ങണം. ഗുരുവായൂരപ്പനുമായിട്ട് അനുവാദം വാങ്ങണം. അല്ലെങ്കിൽ ഉത്തമ ജ്യോത്സ്യനെ കണ്ട് ഈ മുഹൂർത്തം ഓക്കെ ആണോ, ഗുരുവായൂരപ്പൻ മറിഞ്ഞിരിക്കുന്ന സമയം എടുക്കരുത്, അത് ദുരിതമാണ്. ഗുരുവായൂരപ്പൻ ഒരുപാട് കാരകത്വമുണ്ട്. ഗുരുവായൂർ വിവാഹം നടത്തുന്നവരിൽ ഞാൻ കണ്ടിട്ടുള്ള ചില ലക്ഷണം കണ്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇത് ത്രൂ ഔട്ട് പറഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞത് മാത്രം, ഒന്ന് മെൻഷൻ ചെയ്തെന്ന് മാത്രം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് എന്നെ വിളിച്ച ആ മേഡത്തിനുള്ള മറുപടിയാണ്. ഗുരുവായൂർ ഭക്തയായതുകൊണ്ട് മേഡം വിഷമം. അത് ഒരു ഘട്ടം കഴിയുമ്പോൾ ഗുരുവായൂരപ്പൻ തന്നെ മേഡത്തെ ഉയർത്തിക്കൊള്ളും, ആ സ്ത്രീയെ ഉയർത്തിക്കൊള്ളും. അത് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ചിലവരുടെ ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു കൃഷ്ണനെ കുറിച്ച്. അതിൻ്റെ കൃഷ്ണ ഭക്തയായതുകൊണ്ടാണോ അവർക്ക് ഇത്ര ദുരിതങ്ങൾ? ഒരിക്കലും അല്ല. കൃഷ്ണൻ കുറെ പരീക്ഷണ ഘട്ടങ്ങൾ തരും. ഒരു ഘട്ടം കഴിയുമ്പോൾ നിങ്ങൾ ഉയർത്തും. കൃഷ്ണൻ കലാകാരികളാണോ, സ്ത്രീയാണോ? നിങ്ങൾ നോക്കിയറിയാം. ഒരു സ്ത്രീയാണോ, ഒരു കലാകാരിയാണോ, ശ്രീകൃഷ്ണ ഭക്തയാണോ? ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകും. അത് യാതൊരു സംശയം, ഞാൻ അത് പറഞ്ഞൊന്നും മാറ്റി പറയാനില്ല. പക്ഷേ ഒരു ഘട്ടം കഴിയുമ്പോൾ അവർക്കൊരു പ്രൊട്ടക്ഷൻ, അവരുടെ ദുരിതങ്ങളെല്ലാം മാറ്റി കൊടുക്കും. അത് അത്രയ്ക്ക് ശക്തിയായിട്ടുള്ള ഒരു മൂർത്തിയാണ് ഗുരുവായൂരപ്പൻ. പെട്ടെന്ന് നിമിത്തം കാണി. ഗുരുവായൂർ പോയി ഒന്ന് പ്രാർത്ഥിച്ച് നോക്കൂ. ആ നിമിഷം നിങ്ങൾക്ക് നിമിത്തം കിട്ടും. നിമിത്ത ശാസ്ത്രം അറിയുന്ന ഒരാൾക്കാണെങ്കിൽ അവിടെ പോയി റീൽസും എടുത്ത് യൂട്യൂബ് വീഡിയോ എടുത്ത് ഫോട്ടോ എടുക്കുന്നവരെ കാര്യമല്ല പറഞ്ഞു. ഗുരുവായൂരപ്പനെ കാണാൻ പോകുമ്പോൾ ഗുരുവായൂരപ്പനെ പോയി കാണണം. ഗുരുവായൂരപ്പനെ എന്ന് വെച്ചാൽ നമ്മൾ വേദന വരുന്നത് എന്തുകൊണ്ടാണ്? വേദമില്ലാത്തതുകൊണ്ട്, അറിവില്ലാത്ത സമയത്താണ് ഒരാൾക്ക് വേദന വരുന്നത്. മനസ്സിലായില്ലേ? വേദം ജ്ഞാനമുള്ളപ്പോൾ നിങ്ങൾക്ക് വേദം പ്ലസ് അതാണ് വേദന. വേദം അറിവില്ലാത്തപ്പോഴാണ് വേദന വരുന്നത്. അപ്പം ഗുരുവായൂർ പോയി ഗുരുവായൂരപ്പനെ കാണാനാണെങ്കിൽ ആ ഒരു കുഞ്ഞു കുട്ടി എങ്ങനെയാണോ നിങ്ങൾ കാണാൻ പോകുന്നത്, അപ്പോൾ എന്തെങ്കിലും ഒന്ന് സമർപ്പിക്കണം. എന്നിട്ട് നിങ്ങൾ കാര്യം പറയാം. ആ നിമിഷം തന്നെ നിമിത്തം കിട്ടും, നിങ്ങളുടെ പ്രാർത്ഥന സത്യസന്ധമാണെങ്കിൽ. ഓക്കെ. അപ്പോൾ പരീക്ഷണ ഘട്ടങ്ങളെ, കൃഷ്ണൻ്റെ പരീക്ഷണ ഘട്ടങ്ങളെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ട കാര്യമില്ല. അദ്ദേഹം തന്നെ മാറ്റിത്തരും. അദ്ദേഹം നിങ്ങളുടെ സ്ത്രീകളാണോ നിങ്ങളെ കുറ്റപ്പെടുത്തും. നിങ്ങൾ ഇത് മായാലോകമാണ് എന്നൊക്കെ നിങ്ങളെ ജീവിതത്തിൽ ദുരിതങ്ങൾ കൊണ്ടുവരും. പക്ഷെ അതൊക്കെ മാറ്റിത്തരും. ഒരു പരിധി കഴിയുമ്പോൾ അദ്ദേഹം നേരിട്ട് വന്നതിനെ നിങ്ങളെ കൈപിടിച്ച് ഉയർത്തും. ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളവരെ എനിക്കറിയാം. ഗുരുവായൂരപ്പ ഭക്തിയായി ഒരു കാലഘട്ടം കഴിയുമ്പോൾ അവരങ്ങ് ഉയർന്നോളും. അതിന് യാതൊരു സംശയമില്ല. ഒരു പ്രൊട്ടക്ഷനാണ് ഗുരുവായൂരപ്പൻ. ഗുരുവായൂരപ്പനെ ഭജിച്ചത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും ഈ ബുദ്ധിമുട്ട് നേരിടുന്നത് ആദ്യം ഒരു പരീക്ഷണ ഘട്ടം ഉണ്ടാവുന്നു മാത്രം. ഓക്കെ. ഒരു സമയദോഷം വരുമ്പോൾ നിങ്ങൾ ഗുരുവായൂരപ്പനെ സമയദോഷം വരുമ്പോൾ കീടങ്ങൾക്ക് പോലും ഉഗ്ര വിഷം ഉണ്ടാകും. അപ്പം നിങ്ങൾ ഗുരുവായൂരപ്പൻ്റെ മുറുകെ എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ ആ കൃഷ്ണനെ മുറുകെ പിടിക്കുകയാണെങ്കിൽ ഉത്തമൻ ഉയർത്തുന്ന പോലെ നിങ്ങളെ ഉയർത്തിയിരിക്കും. അതിന് യാതൊരു സംശയവും വേണ്ട. ചിലവർ പൂർവ്വജന്മത്തിലെ കൃഷ്ണഭക്തിയാണ്. അതിൻ്റെ ഇതിൽ ഇപ്പം ഈ ജന്മം ആദ്യമേ അവർക്ക് ഉയർച്ച ഉണ്ട്. അവർക്ക് പരീക്ഷണ ഘട്ടങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ കൃഷ്ണഭക്തയല്ലേ, എനിക്ക് പരീക്ഷണ ഘട്ടങ്ങളില്ലല്ലോ, എനിക്ക് ഉയർച്ചയാണല്ലോ. അവർ പൂർവ്വജന്മം എടുക്കുമ്പോഴേ കൃഷ്ണഭക്തയാവും. നമ്മളിപ്പോൾ കബഡി നേരത്തെ പൂർവ്വജന്മം നോക്കുമ്പോഴേ അവർ കൃഷ്ണഭക്തയായിരിക്കും. അപ്പോൾ അതിൻ്റെ പരീക്ഷണം അവിടെ കഴിഞ്ഞ്, മനസ്സിലായില്ലേ? അപ്പോൾ ഈ ജന്മം അവർക്ക് ആദ്യമേ അവർക്ക് നല്ല പറയും. ചിലവർ ഈ ജന്മം ഒരിക്കും കൃഷ്ണഭക്തയാവും. കൃഷ്ണനെ തിരിച്ചറിഞ്ഞ് ഈ ജന്മം ഒരിക്കും. കൃഷ്ണൻ എന്ന വാക്ക് ഞാൻ പറഞ്ഞ ആകർഷണം തോന്നുന്നു ആർക്കും. അദ്ദേഹത്തിൻ്റെ നിൽപ്പും ഓരോന്നിനും, ആ നിൽപ്പിനും കാല് വെച്ചിരിക്കുന്ന രീതിക്കും എല്ലാത്തിനും ഓരോ അർത്ഥങ്ങളുണ്ട്. ഒന്നും ശാശ്വതമല്ല, ഇന്നുള്ളത് നാളെ മാറും, ഒന്നും ഒരു ഉറപ്പുള്ളതല്ല എന്നൊക്കെ ഒരു അർത്ഥം വരുന്നത് അദ്ദേഹത്തിൻ്റെ കാല് വെച്ചിരിക്കുന്ന രീതി പോലും. അപ്പം ഈ ജന്മം കൃഷ്ണൻ്റെ മഹത്വം അറിഞ്ഞ് കൃഷ്ണഭക്തയാവുന്ന തുടക്കം കുറച്ച് പരീക്ഷണ ഘട്ടങ്ങളുണ്ടായിരിക്കും. അത് നിങ്ങൾ അംഗീകരിക്കണം. എന്ന് വെച്ചാൽ ആ സമയത്ത് അയ്യോ പരീക്ഷണ ഘട്ടമാണ് ഇട്ടിട്ട് പോവുകയാണെങ്കിൽ ആ കൃഷ്ണൻ പരീക്ഷണം വരുമ്പോൾ മുറുകെ പിടിച്ചാൽ മതി. മനസ്സിലായില്ലേ? അത് ഒരു കാലഘട്ടം കഴിയുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറ്റിത്തരും. അദ്ദേഹത്തിൻ്റെ പ്രീതി നേടാൻ നിങ്ങൾ വിലപ്പെട്ട വഴിപാട് വേണോ, സ്വർണ്ണ കിരീടം കൊണ്ടുവയ്ക്കണമെന്നോ കാർ കൊടുക്കണമെന്നോ വേണ്ട. ഒരു മഞ്ചാടി കുരു വച്ചാലും മതി. അത് ഭക്തിയോട് വച്ചാൽ അദ്ദേഹം അത് സ്വീകരിക്കും. നിങ്ങൾക്ക് ഉത്തരം തരും. നിങ്ങൾ ചോദിക്കുന്ന കാര്യത്തിന് ഉത്തരം നൽകും. എന്നാൽ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഗുരുവായൂരപ്പനെ സ്നേഹിക്കരുത്. ഒരു കൂട്ടായിട്ട് നിങ്ങൾ പുറകെ പിടിച്ചാൽ ഇപ്പം അർജുനൻ വിജയിച്ചതുപോലെ നിങ്ങളെ വിജയിപ്പിച്ചിരിക്കും. ഗുരുവായൂർ പോകുമ്പോൾ ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടിയായിരുന്നു, അല്ല റീൽസ് ഇടാനും ഫോട്ടോ എടുക്കാനും യൂട്യൂബ് പ്രൊമോഷന് വേണ്ടി അദ്ദേഹത്തിന് പോയി. പിന്നെ ഗുരുവായൂരപ്പനെ കാണേണ്ട ചില സമയങ്ങളും ഉണ്ട്.
അദ്ദേഹം വിളിക്കും. അത് മൂകാംബിക പോലെ ഒരു ചൈതന്യം അവിടെ ഉണ്ട്. അദ്ദേഹം വിളിക്കും. ചില മുഹൂർത്തത്തിൽ ഗുരുവായൂരപ്പനെ കാണുകയാണെങ്കിൽ ഗുരുവായൂരപ്പൻ നിങ്ങൾ ചോദിക്കുന്ന കാര്യം നടത്തി തരും. അത് ഉത്തമ ജ്യോത്സ്യന്മാർക്ക് അത് അറിയാവും. ചില ഉത്തമ സമയം ഗുരുവായൂരപ്പൻ ഉണർന്നിരിക്കുന്ന ചില സമയങ്ങളുണ്ട്. മനസ്സിലായില്ല? ഇപ്പോൾ കല്യാണമായ പോലും ഗുരുവായൂർ വെച്ച് കല്യാണം നടത്തുന്ന മുഹൂർത്തം, ഞാൻ പറഞ്ഞ മുഹൂർത്തം നോക്കാറില്ല ചിലവർ. പക്ഷേ ഗുരുവായൂരപ്പൻ മറഞ്ഞിരിക്കുന്ന ചില സമയങ്ങളുണ്ട്. അവിടെ ആ സമയത്ത് വിവാഹം നടത്തിയ ചില ദുരിതങ്ങളുണ്ടാവും. അവിടെ മുഹൂർത്തം നോക്കണം. 100% മുഹൂർത്തം നോക്കി വേണം ഗുരുവായൂരുമായാലും വിവാഹം നടക്കാൻ. പക്ഷെ അവിടെ തിരക്ക് മൂലമാണെന്ന് തോന്നുന്നു. രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ത്രൂ ഔട്ട് ആ മുഹൂർത്തം നോക്കണ്ടെന്ന് പറയും. പക്ഷെ മുഹൂർത്തം നോക്കണം, എൻ്റെ അഭിപ്രായമാണ്. ഓക്കെ, അപ്പോൾ ഗുരുവായൂരപ്പന് ഒരുപാട് കാരകത്തുണ്ട്. ഗുരുവായൂരപ്പനെ മുറുകെ പിടിച്ചാൽ നിങ്ങൾക്ക് നേട്ടങ്ങളുണ്ടാവും, പരീക്ഷണ ഘട്ടങ്ങളുണ്ടാവും. സ്ത്രീകൾക്ക് പരീക്ഷണ ഘട്ടങ്ങളുണ്ടാവും, പക്ഷെ അത് മറികടക്കാൻ പറ്റും. ഒരു കാലം കഴിയുമ്പോൾ നിങ്ങളെ വേദനകളെല്ലാം മാറ്റും. വേദമില്ലാത്തത് കൊണ്ടാണ് വേദന വരുന്നത്. വേദം, അറിവ്, ജ്ഞാനം, മനസ്സിൽ വേദന ഉണ്ടാകുന്നത് ജ്ഞാനമില്ലാത്തപ്പോൾ, വേദമില്ലാത്തപ്പോൾ. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ള ഗുരുവായൂരപ്പനെ പരീക്ഷണങ്ങളുണ്ടാകും, മുറുകെ പിടിച്ചാൽ മതി, നിങ്ങളെ വേദനകളെല്ലാം മാറിക്കിട്ടും. നന്ദി.